ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരിച്ചുപോകാൻ കഴിയാതെ കുടുങ്ങിയ മുണ്ടേരി വനത്തിനുള്ളിലെ നഗറിലെ യുവാക്കളെ അഗ്നിരക്ഷാസേന സാഹസികമായി തിരികെ എത്തിച്ചു. ഞായറാഴ്ച രാവിലെയാണ് പോത്തുകൽ വാണിയമ്പുഴ ആദിവാസി നഗറിലെ 5 യുവാക്കൾ ചാലിയാർ നീന്തിക്കടന്ന് മുണ്ടേരിയിലെത്തിയത്. വയനാട് ചൂരൽമലയിൽ 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് ചാലിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെയാണ് ഇവർക്ക് തിരിച്ചു പോകാനാകാത്ത സ്ഥിതി വന്നത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് തങ്ങൾപ്പുഴ കടക്കാനാകാതെ മണിക്കൂറുകളായി മുണ്ടേരി ഫാമിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന വിവരം ഇവർ ജനപ്രതിനിധിയെ അറിയിച്ചത്. ഇതേ തുടർന്ന് പോത്തുകൽ വില്ലേജ് ഓഫീസർ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടി. ഡിങ്കി ബോട്ടുമായി എത്തിയ സംഘം കുത്തൊഴുക്കുള്ള ചാലിയാറിൽ സാഹസികമായാണ് യുവാക്കളെ മറുകര എത്തിച്ചത്. വൈകിട്ട് 5:30 യുവാക്കളെ അഗ്നിരക്ഷാസേന സുരക്ഷിതമായി മറുകര എത്തിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, വില്ലേജ് ഓഫീസർ KP വിനോദ്, ഫയർ ഓഫീസർ ബാബുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നമ്മുടെ വാണിയമ്പുഴയിൽ 3 ആളുകൾ ഇവിടെ തുരുത്ത് കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും 5 പേരുണ്ടായിരുന്നു. 3 കുട്ടികളും 2 വലിയ ആളുകളും. അവർ 5 പേരെയും തുരുത്തിൽ നിന്ന് ഇരുട്ടുകുത്തി എത്തിച്ച് ഡിങ്കി ബോട്ടിൽ നമ്മൾ അവരെ ഇരുട്ടുകുത്തിയിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഫയർഫോഴ്സ് ആ സമയത്ത് തന്നെ വിളിച്ചപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും നമ്മുടെ പഞ്ചായത്ത് സ്റ്റാഫുകൾ, പിന്നെ പോലീസ്, നമ്മുടെ SI സാർ അടക്കമുള്ളവർ, ഫോറസ്റ്റുകാർ എല്ലാവരും എത്തിയിരുന്നു. അവരുടെയൊക്കെ പ്രയത്നം കൊണ്ട് നമുക്ക് അവർ 5 പേരെയും അവിടെ അക്കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. രാവിലെയാണ് ഇങ്ങനെ 3 കുട്ടികൾ പുഴ കടന്നു വന്ന വിവരം കിട്ടിയത്. അപ്പോൾ ഇവർ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ 5 പേരുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. ഇവർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാവിലെ പുഴ കടന്ന് നീന്തി ഇക്കരെ കയറിയാണ്. മഴയത്ത് വെള്ളം പുഴയിൽ കൂടിയപ്പോൾ തിരിച്ച് നീന്തിപ്പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് ഇവർ നമ്മളെ വിളിച്ചറിയിച്ചത്. അപ്പോൾ ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു. അങ്ങനെ നമ്മൾ ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ഫയർഫോഴ്സിൻ്റെ സഹായത്താൽ ഇവരെ തിരികെ വാണിയമ്പുഴ വീട്ടിലേക്ക് എത്തിക്കുകയും. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.